8, 7, 6, 5, 4, 3, 2, 1. Ignition. And then For 3 nations, a new chapter in space takes flight with Godspeed AX4. വീണ്ടും നമ്മൾ ഇത്ര നാൾ ഒരു മാസത്തോളമായി കാത്തിരുന്നു. അതായത് മെയ് 29-നായിരുന്നു ആദ്യം വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. അത് ഒരു മാസത്തോളം വൈകി. ആ ചരിത്ര നിമിഷമാണ് ആദ്യമായ ഒരു വ്യക്തി ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചു വരുന്ന. അതും ബഹിരാകാശ നിലയിൽ കുതിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ആ മിഷൻ, ആ നമ്മൾ ഈ കാണുന്ന റോക്കറ്റ് അല്ലെങ്കിൽ ആ ക്രൂ മൊഡ്യൂളിനെ നയിക്കുന്നത്, ആ ക്രൂ മൊഡ്യൂൾ പറത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ്. ഈ മിഷന്റെയും പൈലറ്റ് അദ്ദേഹമാണ് ബഹിരാകാശ നിലയത്തിലേക്ക് നമ്മുടെ ഈ ഡ്രാഗൺ പേടകത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ലിസ്റ്റ് ഓഫ് പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ യാത്ര, ശുഭയാത്രയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെക്കോ സ്റ്റേജ് ആണ്. മെക്കോ സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻ എഞ്ചിൻ കട്ട് ഓഫ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തതിനു ശേഷം ഈ ബൂസ്റ്റർ ഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നു 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ ലിസ്റ്റ് ഓഫ് പ്രക്രിയ നടക്കും. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ അഭിമാന താരം ശുഭാംശു, നേരെ കാണുന്ന ആ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. സൂം ചെയ്തിരിക്കുന്ന ഭാഗമില്ല, കാരണം ഈ 4 പേരിൽ ഇപ്പൊ തമ്പ് തന്നില്ലേ, അതാണ് ശുഭാംശു ശുക്ല. നമ്മൾ ചോദിച്ചത് കേൾക്കുന്നതാണ്, അതാണ് ശുഭാംശു ശുക്ല തമ്പ് നൽകുന്നത്. അതായത് ആ 2 പേരാണ്. അതായത് മിഷൻ കമാൻഡറും മിഷൻ പൈലറ്റുമായിരിക്കും മധ്യഭാഗത്ത് ഇരിക്കുക. അതിൽ ആദ്യത്തെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ മിഷൻ പൈലറ്റ് ആയിട്ടുള്ള ശുഭാംശു ശുക്ല. അപ്പുറത്തിരിക്കുന്നതാണ് തെഗി വിൻസൻ, അതായത് മിഷൻ കമാൻഡറാണ്. എനിക്ക് 1 മിനിറ്റ് കൂടെ ഉള്ളൂ. 1 മിനിറ്റിനുള്ളിൽ ലിസ്റ്റ് ഓഫ് പ്രക്രിയ നടത്തും. ലിസ്റ്റ് ഓഫ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ഓഫ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ലിസ്റ്റ് ഓഫ് പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ റോക്കറ്റ് കെനഡി സ്പേസ് സെന്ററിലെ 39A എന്ന് പറഞ്ഞ ലോഞ്ച് പാഡിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പറന്നുയരും. 12:01 ആയിരിക്കുന്നു. പ്രതിസന്ധികളൊന്നും തന്നെയില്ല. നമുക്ക് ആ കമാൻഡിലേക്കൊന്ന് സ്പേസ് കമാൻഡിലേക്കൊന്ന് പോവാം. Dragon SpaceX, go for launch. AX4 is go for launch. That is great news for Mission Control and from our crew on board Dragon. With that, we are just at T-minus 30 seconds to lift off of AX4. Let's go AX4. 15 seconds. T-minus 10. പ്രക്രിയ കഴിഞ്ഞിരിക്കുന്ന അല്പസമയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു മാക്സ് ക്യൂ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതും കൂടി അവർ ഈ പേടകം അതിജീവിച്ചു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. മാക്സ് ക്യൂ എന്ന് പറയുന്നത് ഈ പേടകം അന്തരീക്ഷത്തിൽ അനുഭവിക്കുന്ന അർത്ഥം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ 9 മിനിറ്റിനുള്ളിൽ ഇവർ ഭൂമിയുടെ ഭ്രമണപഥം കിടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബഹിരാകാശ നിലയത്തിലേക്ക് അവർ എത്തുക നാളെയാണ്. നാളെ വൈകിട്ട് 4:30 കൂടിയാണ് അവർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുക. ഒരു പ്രതികരിക്കാനൊരു മനസ്സല്ല, വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. ചരിത്ര മാധ്യമങ്ങളുടെ മാറാൻ അവർ ആവശ്യപ്പെട്ടത്. ആ യാത്ര ഇതാ തുടരുന്നു. 6000 കിലോമീറ്റർ വേഗം കൈവരിച്ചിരിക്കുന്നു. നിമിഷം അതിന്റെ വേഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇഗ്നീഷൻ സ്റ്റേജ് മുതൽ അങ്ങോട്ടേക്കുള്ള ലിഫ്റ്റ് ഓഫിൽ ശേഷമുള്ള ഓരോ നിമിഷങ്ങളും ഇപ്പോൾ ഏതാണ്ട് 96-97 കിലോമീറ്റർ, ഞാൻ ഈ പറയുന്ന വേഗത്തിൽ ഡ്രാഗൺ ക്രൂ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടരുന്നു. 9 മിനിറ്റും 38 സെക്കൻഡ് വിക്ഷേപണം കഴിഞ്ഞ് 9 മിനിറ്റും 38 സെക്കൻഡും കഴിയുമ്പോഴാണ് ഡ്രാഗൺ 2ാം ഘട്ടത്തിൽ നിന്ന് വേർപെട്ട് ബഹിരാകാശത്ത് സ്വതന്ത്രമാകുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. നമുക്ക് മുമ്പിൽ ഇപ്പോൾ സമയം 12:06. വിക്ഷേപണം കഴിഞ്ഞ് 3 മിനിറ്റും 35 സെക്കൻഡും പിന്നിടുന്നു. At this point, stage 1 is actually still coasting to apogee. We're about to deploy those grid fins so that we can steer the vehicle as it enters the പുനരുപയോഗിക്കാവുന്ന ഒരു റോക്കറ്റ് എന്നത് നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ ഫാൽക്കൺ 9 തിരിച്ചറിയുമ്പോൾ എപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലൊരു കാഴ്ച?
Plus 4 minutes. And we've got our first view of the crew. They're in. ISRO പ്ലാൻ ചെയ്യുന്നത് ക്രൂവിന്റെ ഡ്രാഗൺ പേടകത്തിനകത്തെ യാത്രാ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും മുമ്പിലിരിക്കുന്നത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹത്തിന്റെ വശത്തിരിക്കുന്നത് പെഗി വിറ്റ്സൺ. So much for Philip that even with a 200 ബ്ലൈസർ ധരിച്ചാണ് അവർ ഇരിക്കുന്നത്. ശുഭാംശുവിന്റെ മുഖം നമുക്ക് തത്സമയം സ്ക്രീനിൽ കാണാം. during the second stage flight. തുടരാം. നമ്മൾ